അപ്പോൾ ഗൈസ് അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോവാണ്. ഞാൻ മാത്രമല്ല പോണേ, എൻ്റെ അപ്പം എൻ്റെ ഒരു ബ്രദറുണ്ട്, പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇന്ന് 10 മണിക്കാണ് ഫ്ലൈറ്റ്, പഞ്ചാബ് ടു കേരള. 10 മണിക്ക് ഫ്ലൈറ്റ് അറിയുമ്പോൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങും, കാരണം ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരികയാണ്. അപ്പോൾ അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഒന്ന് നേരത്തെ ഇറങ്ങും, അല്ലെങ്കിൽ പണി കിട്ടും. ലഗേജൊക്കെ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഇന്ന് വലിയ പണിയില്ല. എന്തായാലും നാട്ടിൽ പോകണം. എന്തെങ്കിലും ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മുടിയൊന്ന് ഹെയർ സ്റ്റൈല് മാറ്റാൻ പോവാണ്. മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെറും കയ്യോടെയല്ല നാട്ടിൽ പോകണം. ഞങ്ങളുടെ കയ്യിലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഉണ്ടോ ഞാൻ കുറച്ച് കണ്ട് കാട്ടിത്തരാം. ഓരോന്ന് എണീക്കട്ടെ, ഒരു എണീറ്റിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യട്ടെ. പിന്നെ പഞ്ചാബത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൈക്ക് ഓടിക്കണമെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമല്ല. നാട്ടിലത്തെ പോലെ ഹെൽമെറ്റ് നിർബന്ധമല്ല. ഇവിടെ 3 ആൾ ഓടിക്കുമ്പോൾ ഫ്രണ്ടത്തെ ആൾ ഹെൽമെറ്റ് ഇട്ടാൽ മതി. 2 ആൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വേണമെന്നില്ല. ഇവിടെ വണ്ടി ഓടിയാൽ മതി, നമ്പർ വേണമെന്നോ നമ്പർ പ്ലേറ്റ് വേണമെന്നൊന്നുമില്ല. നാട്ടിലത്തെ മറ്റേ റൂട്ടൊന്നും ഇവിടെ അല്ല. സ്ഥലം പോലെ ഓടിക്കുക അങ്ങനെയാണ്. പക്ഷെ ഹെൽമെറ്റ് ഇടണം. ഹെൽമെറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഹെൽമെറ്റ് ഇടണം. ജസ്റ്റാണ്. അപ്പോൾ പെട്ടി സാധനങ്ങളായിട്ട് ഇതാ ഇറങ്ങിയാണ്, കാറിൽ വെക്കാൻ പോവാണ്. കാരണം എന്താ കീ പോവാണ് ഗായ്സ്. ഇതാ ഉമ്മറ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എത്താനായിക്കോളും. സർപ്രൈസിൻ്റെ ആൾക്കാർക്കൊക്കെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ താഴത്തേക്ക് വരും. പിന്നെ നമ്മൾ സർപ്രൈസ് കാണിച്ചു തരാം. അപ്പോൾ സർപ്രൈസ് കാണിച്ചു തരാം. ഒരു 1.5 സർപ്രൈസ് കാണിച്ചു തരാം. ഒന്ന് താഴത്തേക്ക് എത്തട്ടെ. കാരണം ഇപ്പോൾ സർപ്രൈസ് കാണിച്ചത് എനിക്ക് ചിലപ്പോൾ ചീത്തയായിപ്പോൾ വലിയ ആൾക്കുണ്ട് അവിടെ. ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്ന സർപ്രൈസ് സംഭവം. വരെ ആക്സിഡൻ്റ് ആയിട്ട് നാട്ടിലിതുവരായിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പം ഒന്ന് നാട്ടിൽ കൊണ്ടുപോവാണ്. ഫാനാന്ന് കാട്ടിക്കോട്ടെ കഴിഞ്ഞ് നമ്മളെ സർപ്രൈസിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കാന്. അത് കഴിഞ്ഞു. കുറച്ച് കോൾഡ് ഓഫ് അത് അടുത്ത ആള്. മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഡൊമസ്റ്റിക് അല്ലേ? ഒരു 3 മണിക്കൂർ മുമ്പ് കയറിയ പോലെ. നല്ല സീറ്റ് ഇട്ടാലോ. ഇതൊക്കെ എവിടെ കണക്ഷൻ ഡൽഹിയിലാ? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. എങ്ങനെയുണ്ടായിരുന്നു ബോർഡിംഗ് പാസ് എക്സ്പീരിയൻസ്? എൻ്റെ ബോർഡിംഗ് പാസ് വെച്ചാൽ
ഗായ്സ് അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. നിക്ക് അപ്പൊ നമ്മള് വീട്ടിൽ കയറാൻ പോവാണ്. ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരെ ഇങ്ങ് വിളിക്കുക. നാളെ